ഇന്ത്യൻ ആർമി ഒരു പുതിയ ആയുധം സ്വന്തമാക്കാനായിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുകയാണ്. 223 ഓട്ടോമാറ്റിക് കെമിക്കൽ ഏജന്റ് ഡിറ്റക്ഷൻ ആൻഡ് അലാറം എന്ന് പറയുന്ന ഒരു സിസ്റ്റംസ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ACADA. ഈ ACADA എന്ന് പറയുന്നത് ഇന്ത്യ ഇപ്പോൾ ആർമി വാങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തു നിന്നല്ല, നമ്മുടെ DRDO തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സിസ്റ്റമാണിത്. ഒരുപാട് പ്രത്യേകതകൾ ഇതിനുണ്ട്. DRDOയുടെ സഹായത്തോടെ L&T ആണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഈ ഒരു ആയുധം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറാണ് ഇന്ത്യൻ ആർമി ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ ACADA എന്ന് പറയുന്ന ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അത് DRDOയുടെ കീഴിലുള്ള ഒരു സബ്സിഡറി സ്ഥാപനമാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ, ബയോളജിക്കൽ, റേഡിയോളജിക്കൽ, ന്യൂക്ലിയർ ഡിഫൻസ് സിസ്റ്റം ആയിട്ടായിരിക്കും ഇത് പ്രവർത്തിക്കുക. അതായത് ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ ആക്രമണങ്ങളോ ബയോളജിക്കൽ ആക്രമണങ്ങളോ റേഡിയോളജിക്കൽ ആക്രമണങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുൻകൂട്ടി മനസ്സിലാക്കാനും പ്രതിരോധിക്കാനും ഈ സിസ്റ്റത്തിന് കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. റിയൽ ടൈം മോണിറ്ററിംഗ് നമുക്കിതിലൂടെ സാധ്യമാകും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സിസ്റ്റമാണിത്. നമുക്ക് പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും വിവിധ തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ടൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ CBRN ത്രെട്ടുകൾ എന്ന് ചുരുക്കി വിളിക്കുന്ന കെമിക്കൽ, ബയോളജിക്കൽ, റേഡിയോളജിക്കൽ, ന്യൂക്ലിയർ ത്രെട്ടുകൾ മുൻകൂട്ടി മനസ്സിലാക്കാനും അതിനെ ഡിഫെൻഡ് ചെയ്യാനും സഹായിക്കുമെന്നുള്ളതാണ് ACADA എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത. പാകിസ്ഥാനും ചൈനയും ഒക്കെ വളരെ രഹസ്യമായിട്ട് തന്നെ ചില കെമിക്കൽ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള പ്രോഗ്രാം ചെയ്യുന്നതായിട്ടുള്ള സൂചനകളുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ നമ്മൾ തുടങ്ങിയത്. ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് പാകിസ്ഥാനോ ചൈനയോ ഇത്തരം ഈ കെമിക്കൽ ഏജൻസ് യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ സന്ദർഭങ്ങളിൽ അതെന്താണെന്ന് മനസ്സിലാക്കാനും അതിനെ ഡിഫെൻഡ് ചെയ്യാനുമായിരിക്കും ACADA എന്ന് പറയുന്ന ഈ സിസ്റ്റം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പോർട്ടബിൾ ആണ്. വളരെ പെട്ടെന്ന് തന്നെ എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഏത് കാലാവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ് ആയിട്ടുള്ള ഇപ്പോൾ ലഡാക്ക് പോലെയുള്ള പ്രദേശങ്ങളിലോ രാജസ്ഥാൻ വരുന്ന മരുഭൂമി പോലെയുള്ള പ്രദേശങ്ങളിലോ ഒക്കെ ഒരുപോലെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ മുൻകൂട്ടി വാർണിംഗ് തരാൻ പറ്റുമെന്നുള്ളതാണ് ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത. ഇതിലൂടെ നമ്മുടെ മിലിറ്ററിക്ക് ഭയങ്കരമായിട്ട് പ്രിപ്പയർ ആകാനും ഇതിനെ കൗണ്ടർ ചെയ്യാനുമായിട്ട് സാധിക്കുകയും ചെയ്യും. ലോകത്ത് തന്നെ വളരെ വിരളിലുണ്ടാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായിട്ട് ഇത്തരം ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക്. അപ്പോൾ ഈ രാജ്യങ്ങളുടെ സഹായത്തോടെ മറ്റു പല രാജ്യങ്ങളും ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അത്തരത്തിലൊരു രാജ്യമായിട്ട് മാറുക കൂടിയാണ്. ഇപ്പോൾ സ്പുട്നിക് ഇന്ത്യ എന്ന് പറയുന്ന റഷ്യൻ മാധ്യമം പോലും ഇന്ത്യയുടെ ഈ ഒരു ആയുധത്തെ പുകഴ്ത്തിക്കൊണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്ന് വെച്ചാൽ അത്രയും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ACADA എന്ന് പറയുന്നത്. കാരണം കെമിക്കൽ വെപ്പൺസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിനെ ഡിഫെൻഡ് ചെയ്യാനും മുൻകരുതൽ എടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ബയോളജിക്കൽ വെപ്പൺസ് അടക്കം. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആയുധം വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഒരുപാട് നാളത്തെ പരിശ്രമം കൊണ്ടാണ് ഇന്ത്യ DRDOയുടെ സഹായത്തോടെ DRDOയും L&Tയും ചേർന്നുകൊണ്ട് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ വൈറസുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കെമിക്കൽ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ. പ്രത്യേകിച്ച് ഇന്ത്യ ചൈന അതിർത്തിയിലൊക്കെ എങ്ങാനും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരത്തെയുള്ള ധാരണ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തോക്കോ ബോംബോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ ചൈനയും ചിലപ്പോൾ ഉപയോഗിക്കണമെന്നില്ല. അവരിപ്പോൾ കഴിഞ്ഞ ഗാൽവാൻ സംഘർഷത്തിൽ തന്നെ മറ്റേ കഠാരയും കത്തിയും പഴയ വാളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൊണ്ടുവന്നത്. കാരണം തോക്കും ബോംബ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ധാരണയുണ്ട്. മാത്രമല്ല അത് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്ന് രണ്ട് രാജ്യങ്ങൾക്കും അറിയാം. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് ഈ ആയുധങ്ങൾ ഉപയോഗിക്കില്ല. പകരം ഇപ്പോൾ കഴിഞ്ഞ സംഘർഷത്തിൽ പഴയ ആയുധങ്ങൾ ഉപയോഗിച്ച ചൈന ചിലപ്പോൾ കെമിക്കൽ ആയുധങ്ങളോ ബയോളജിക്കൽ ആയുധങ്ങളോ ഇന്ത്യൻ സൈന്യത്തിന് നേരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യ ചൈന അതിർത്തിയിലും പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തിയിലും ഒക്കെ നമുക്ക് ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു ആയുധമാണ് ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. 223 വാങ്ങാനായിട്ട് ഇന്ത്യൻ ആർമി തീരുമാനിച്ചതും അതുകൊണ്ടാണ്. കാരണം ഇത് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ്, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഒരു രാജ്യത്തിന്റെയും അനുമതിക്കായിട്ട് കാത്തിരിക്കേണ്ടതില്ല. മാത്രമല്ല ഇവ തദ്ദേശീയമായി നിർമ്മിച്ചതുകൊണ്ട് തന്നെ ഇനിയും ആവശ്യമെങ്കിൽ കൂടുതൽ എണ്ണം നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുകയും ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.